ഇവിടെ പാകിസ്ഥാനിൽ നിന്ന് കടന്നു വന്ന തീവ്രവാദികളാണ് പഹൽഗാമിൽ 26 ഇന്ത്യക്കാരെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് ഈ രാജ്യത്തേക്ക് കടന്നു വരാൻ പറ്റിയത്? അവിടെ അതിർത്തിയിലെ സുരക്ഷ എങ്ങനെ വീഴ്ചയുണ്ടായി? ഈ പഹൽഗാം പ്രദേശത്തുള്ള സുരക്ഷയിൽ എങ്ങനെ വീഴ്ചയുണ്ടായി? സൈന്യത്തിന്റെ അംഗബലം എന്തുകൊണ്ട് കുറഞ്ഞു? ആരാണ് അതിന്റെ ഉത്തരവാദി? ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഉത്തരവാദി ആരാണ്? എല്ലാത്തിന്റെയും നേട്ടങ്ങൾ മാത്രം അവകാശപ്പെടുമ്പോൾ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ കോൺഗ്രസിന്റെ 60-70 വർഷം മുമ്പത്തെ കാര്യം പറഞ്ഞ് കുറ്റം പറയാൻ നിൽക്കുക. ഇതിപ്പോ രാഷ്ട്രീയമായി ഓപ്പറേഷൻ സിന്ദൂറിനും മഹാദേവിനും ശേഷം ഒരു പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ പറയാം പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗത്തെ. അദ്ദേഹം പ്രസംഗിക്കുന്ന രീതി നമുക്കറിയാവുന്നതാണ്. എന്നിരുന്നാൽ പോലും കടുത്ത ആരോപണങ്ങൾ, ആക്രമണ സ്വഭാവത്തോടെ പാർലമെന്റിൽ കോൺഗ്രസിന്റെ നേതാക്കൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ളവർ നേരിട്ട് മുന്നോട്ട് വെച്ചപ്പോൾ പ്രധാനമന്ത്രിയുടെ ദീർഘമായ മറുപടി അങ്ങ് കേട്ടുവല്ലോ. കോൺഗ്രസിനെ ഏറെക്കുറെ മലർത്തി അടിച്ചു എന്ന് വിചാരിക്കുന്നുണ്ടോ? അതിന് നേരിട്ട ചോദ്യങ്ങൾക്കല്ലല്ലോ മറുപടി പറഞ്ഞത്. നമ്മൾ മലർത്തിയടിച്ചു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഗൗരവ് ഗൊഗോയും കോൺഗ്രസിന്റെയും പ്രതിപക്ഷ നിരയിൽ നിന്നും ഇന്ത്യ മുന്നണിയുടെ നിരയിൽ നിന്ന് സംസാരിച്ച നേതാക്കന്മാർ ചോദിച്ച വസ്തുതാപരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് വസ്തുതകൾ നിരത്തിയുള്ള മറുപടി പറഞ്ഞിരുന്നെങ്കിൽ മലർത്തിയടിച്ചു എന്ന് പറയാം. ഇത് ഉത്തരം പറയുക പോലുമില്ല. 60-70 മുമ്പത്തെ ചരിത്രം പറഞ്ഞുകൊണ്ട് എത്ര കൊല്ലമായി ഈ അഭ്യാസം നടത്തുന്നു? 11 വർഷമായില്ലേ? ഇനിയെങ്കിലും നെഹ്റുവിനെയും കോൺഗ്രസിനെയും കുറ്റം പറയാതെ ഈ 11 വർഷക്കാലത്തിനിടയിൽ ഈ രാജ്യത്ത് നടന്നിട്ടുള്ള ഓരോ സംഭവങ്ങളിലും ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മറുപടി പറയാനുള്ള രാഷ്ട്രീയ ആർജവമെങ്കിലും നരേന്ദ്രമോദിക്ക് വേണ്ടേ? രാജ്യത്തെ മാധ്യമങ്ങളെ കാണാതിരിക്കുന്നത് ഭയന്നിട്ടാണെന്ന് വിചാരിക്കും. പ്രതിപക്ഷ നിരയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഓരോ ചോദ്യത്തിനും അക്കമിട്ട് നെറ്റിയല്ലേ മറുപടി പറയേണ്ടത്? ഇവിടെ പാകിസ്ഥാനിൽ നിന്ന് കടന്നു വന്ന തീവ്രവാദികളാണ് പഹൽഗാമിൽ 26 ഇന്ത്യക്കാരെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് ഈ രാജ്യത്തേക്ക് കടന്നു വരാൻ പറ്റിയത്? അവിടെ അതിർത്തിയിലെ സുരക്ഷ എങ്ങനെ വീഴ്ചയുണ്ടായി? ഈ പഹൽഗാം പ്രദേശത്തുള്ള സുരക്ഷയിൽ എങ്ങനെ വീഴ്ചയുണ്ടായി? സൈന്യത്തിന്റെ അംഗബലം എന്തുകൊണ്ട് കുറഞ്ഞു? ആരാണ് അതിന്റെ ഉത്തരവാദി? ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഉത്തരവാദി ആരാണ്? എല്ലാത്തിന്റെയും നേട്ടങ്ങൾ മാത്രം അവകാശപ്പെടുമ്പോൾ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ കോൺഗ്രസിന്റെ 60-70 വർഷം മുമ്പത്തെ കാര്യം പറഞ്ഞ് കുറ്റം പറയാൻ നിൽക്കുകയാണ്. ഇനി അടുത്തത്, എന്തുകൊണ്ടാണ് പഹൽഗാമിന് തിരിച്ചടിയായിട്ട് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ നമ്മൾ വിജയിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഓരോ ഘട്ടത്തിലും പറഞ്ഞത്? എങ്കിൽ പിന്നെ എന്തിനാണ് പെട്ടെന്ന് അത് നിർത്തിയത്? പാകിസ്ഥാൻ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ നിർത്തിയത് എന്തുകൊണ്ട്? അത് ട്രംപ് ഇടപെട്ടിട്ടാണോ? 10-26 പ്രാവശ്യമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ താൻ ഇടപെട്ടത് കൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയതെന്ന്. ഒരു മറുപടി പറയാൻ പറ്റണ്ടേ? അല്ലെങ്കിൽ ട്രംപ് പറയുന്ന വിവരക്കേടാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വിവരക്കേട്ടവനാണ് ട്രംപ്, അതുകൊണ്ട് വിവരക്കേടാണെന്ന് അഡ്രസ് ചെയ്യണ്ടേ? അതും ചെയ്യുന്നില്ല. അപ്പം 3 പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എങ്ങനെയാണ് ഈ സെക്യൂരിറ്റി വീഴ്ച ഉണ്ടായത്? ആരാണ് അതിന്റെ ഉത്തരവാദി? സൈന്യത്തിന്റെ അംഗബലം കുറഞ്ഞത് എങ്ങനെ? അല്ലെങ്കിൽ ഈ പാകിസ്ഥാനിൽ നിന്ന് കടന്നു വന്ന തീവ്രവാദികൾക്ക് യഥേഷ്ടം വന്ന് ഈ രാജ്യത്ത് സഞ്ചരിച്ച് ആയുധങ്ങളുമായി യാത്ര ചെയ്ത് ആളുകളെ വെടിവെച്ച് കൊന്നിട്ട് തിരിച്ചുപോയി 3-4 മാസം ഒളിച്ചിരിക്കാനുള്ള സൗകര്യം കിട്ടിയത് എങ്ങനെയാണ്? ഇനി പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന്റെ തൊട്ട് തലേന്ന് അവരെ കീഴ്പ്പെടുത്തുന്ന ഓപ്പറേഷൻ മഹാദേവ് നടത്തി എന്ന് പറയുന്നു. ആയിക്കോട്ടെ, ഇതൊക്കെ ഒരു ഇവന്റ് മാനേജ്മെന്റ് പരിപാടിയാന്ന് പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നും വിചാരിക്കേണ്ട. ഇത് സർക്കാർ കുറെ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതല്ലേ. അപ്പം മോദി ഈ ഒരു വിഷയത്തെയും നേരിട്ട് കണ്ട് മറുപടി പറഞ്ഞിട്ടില്ല, മലർത്തി അടിക്കുകയല്ല ചെയ്തത്. ഗോദയിൽ കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും ചോദ്യങ്ങൾക്ക് മുമ്പിൽ മോദി തെന്നി വീഴുകയാണ് ചെയ്തത്. പരമ്പരാഗതമായിട്ടുള്ള മോദിയുടെ ശൈലിയിലൂടെ മോദി കുറെ കള്ളങ്ങളും അർദ്ധസത്യങ്ങളും അസത്യങ്ങളും പെരുപ്പിച്ച് കാണിച്ച കുറെ വാദങ്ങളും ഉന്നയിച്ചുകൊണ്ട് തെന്നി വീഴുക ചെയ്ത് ഗോദയിൽ തന്നെ തലയടിച്ച് വീണ് തോറ്റിരിക്കുകയാണ് മോദി.